ഹായ് ഹലോ വെൽക്കം MD വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് മന്തിയാണ്. അപ്പോൾ അതാ ഞാൻ 1.5 കിലോളം ബീഫ് വാങ്ങി ഒരു പാത്രത്തിലോട്ടിട്ട് കഴുകി വൃത്തിയാക്കിയാണ്. ഇതിനിടയ്ക്ക് ഇതിന് വേണ്ടുന്ന 2 ക്യാപ്സിക്കം, 2 ടൊമാറ്റോ, ഒരു 2.5 സവോള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അത്. ഇതിനിടയ്ക്ക് വീണ്ടും ഒന്നുകൂടെ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടിടുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പപ്പടവും കൂടെ പൊരിക്കുന്നുണ്ട്. അത് പൊരിച്ചൊരു സൈഡിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മസാല ഇടുകയാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് എല്ലാം കൂടെ തേച്ച് ഒരു സൈഡിലോട്ട് വയ്ക്കുകയാണ്. പിന്നെ മാഗി ക്യൂബ്സ്, ബീഫിൻ്റെ 2 മാഗി ക്യൂബ്സും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ബീഫ് മന്തിക്ക് ഒരു മസാല തന്നെയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാകാത്തതുകൊണ്ട് അങ്ങനെ ഒരു മസാല ഒന്നും പൊടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഇടാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ഇടാം. ഓക്കെ. അപ്പോൾ അതാ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുകയാണ്. ഇതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, കുരുമുളക് എല്ലാം ഇട്ട് പൊട്ടിയ ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും ക്യാപ്സിക്കവും ടൊമാറ്റോയും അതിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലോണം വഴറ്റണം. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ബീഫ് ഉണ്ടല്ലോ മസാല തേച്ച ആ ബീഫും കൂടെ എടുത്തിടണം. ഒരു 3 മിനിറ്റോളം നല്ലോണം ഇളക്കണം. ഇളക്കിയ ശേഷം വെന്ത് കഴിയുമ്പോഴത്തേക്കും ബീഫ് എടുത്ത് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ചോറിനുള്ള അരി വെള്ളത്തിലിടുകയാണ്. 3 കപ്പോളം അരി ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഞാൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചോറ് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ബീഫ് വേവിച്ച വെള്ളത്തിൽ തന്നെ ബാക്കി എത്രയാണോ അരി വേവാനുള്ള വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് വേവിക്കണം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ വേറെ സാധാ പച്ചവെള്ളത്തിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ്, മന്തിയുടെ ഒരു ടേസ്റ്റ് വരത്തില്ല എന്നാണ് എൻ്റെ എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ അതാ എൻ്റെ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ബാക്കി സാലഡും പപ്പടവും അച്ചാറും ഒക്കെ വെച്ച് കഴിച്ച്. ബീഫിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ മസാലയൊക്കെ തേച്ച് അതൊക്കെ തന്നെ. ഉപ്പ് കുറച്ചുകൂടി വേണമെങ്കിൽ പാകത്തിന് ഉപ്പിട്ട് ഒന്ന് വരട്ടി എടുക്കണം, അത്രയേ ഉള്ളൂ.